ഹായ് ഫ്രണ്ട്സ്, കുന്നംകുലേൻ്റെ കുറുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടല്ലോ. അങ്ങനെ ഞാൻ കുലയിൽ നിന്ന് ഒരു പടല കട്ട് ചെയ്തെടുക്കാണ് കേട്ടോ. പക്ഷേ കടക്കാർ കട്ട് ചെയ്യണ പോലെ കിട്ടിയാൽ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വീണ് പോവാണ്. അങ്ങനെ ഒരു പടല എടുത്തിട്ടുണ്ട്. തൊട്ടടുത്തത് വേറെ വാഴക്കൊല പഴുത്തിട്ടുണ്ട് കേട്ടോ. അത് വൃത്തിയാക്കി കഴുകിയിട്ട് നമുക്ക് തോലും കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ. അങ്ങനെ ഈ ഒരു പരിവായിട്ടാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ തോലൊക്കെ പോക്കി നല്ല സ്ലൈസായിട്ട് അരിയണം. കത്തി കൊണ്ട് അരിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ തിക്നെസ് കൂടും. അപ്പോൾ ഇങ്ങനെ സ്ലൈസായിട്ട് അരിയുമ്പോൾ തിക്നെസ് കുറയും. അപ്പോൾ ഉണങ്ങാനും പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. കാശിമോനെ അച്ഛനാണ് മെയിനായിട്ട് നോക്കുക. അച്ഛൻ പുറത്ത് പോണ ഗ്യാപ്പിൽ അവനെ ഞാൻ അടുക്കളയിൽ കൊണ്ടുപോയി ഇരുത്താണ് കേട്ടോ ചെയ്യല്. അപ്പോൾ എൻ്റെ പണിയും നടക്കും, അവനെ നോക്കുകയും ചെയ്യും. അപ്പം മക്കൾ അവൻ്റെ കൂടെ കളിക്കുകയാണ് കേട്ടോ. കാശിമോന് കളിക്കാനുള്ള സാധനങ്ങൾ വെച്ച് കൊടുത്ത് അവൾ ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ കഞ്ഞിവെള്ളം സെറ്റായിട്ടുണ്ട്. ചൂടുള്ള കഞ്ഞിവെള്ളം കൊണ്ട് കുന്നംകുല കഴുകിയാൽ കറ പെട്ടെന്ന് വിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റാക്കി കാശിമോനെ സിറ്റൗട്ട് കൊണ്ട് ഇരുത്തിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ സിറ്റൗട്ടിൽ ഇരുത്തിയത് വേറെ ഒന്നല്ല, മുറ്റത്ത് നമുക്ക് വിരിയൊക്കെ വിരിച്ച് കുന്നംകുല ഉണക്കാടണം. ഈ മുണ്ടിൽ കാണുന്ന കറ കഴിഞ്ഞ പ്രാവശ്യം അവന് കുന്നംകുല ഉണക്കിയ മുണ്ടാണ്. അപ്പോൾ ആ കറയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കഞ്ഞിവെള്ളത്തിലല്ല കുന്നംകുല കഴുകിയത്, ചൂടുവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം കാശിമോന് ചോറൂണ് കൊടുക്കണതിൻ്റെ മുന്നേ കുന്നംകുല കൊടുത്തത്. അപ്പം കഞ്ഞിവെള്ളത്തിൽ കഴുകാൻ പാടില്ല, അരിൻ്റെതൊക്കെ അല്ലേ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ പ്രാവശ്യം കഞ്ഞിവെള്ളത്തിൽ കഴുകിയിട്ട് അത്ര കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വിചാരിക്കേണ്ടത്. പിന്നെ മക്കൾ മുറ്റത്ത് സൈക്കിൾ ഓട്ടണോണ്ട് അവരോട് പറയണേ പൊടിയും കാര്യങ്ങളൊന്നും ഇതിലാക്കിയത് കാശിമോനുള്ളതാണെന്ന്. അപ്പോൾ അത് ഏതാ എങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ മക്കൾ ചോദിക്കണം. അപ്പോൾ അതിനനുസരിച്ച് അവരോട് മറുപടിയും കൊടുക്കുകയാണ്. അപ്പോൾ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ കണ്ടു എങ്ങനെയാണ് നമ്മളെ കുന്നംകുല ഉണക്കാൻ വെക്കുക. അതൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയി വന്ന് ഞാനും കാശിമോനും സിറ്റ് ഔട്ടിലിരിക്കുക. വൈകുന്നേരം ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ. ഞങ്ങൾ മൂന്നാളും കൂടി പോണത് ഒരു വടംവലി കാണാനാണ് കേട്ടോ. ഞങ്ങളെ ക്ലബിൻ്റെ ഒരു വടംവലി മത്സരം ഉണ്ട്. അപ്പോൾ അത് കാണാൻ പോവാം. തുമ്മിമൊക്കെ ആ ടാഗ് കിട്ടിയ സന്തോഷമാണ് കേട്ടോ അവളുടെ മുഖത്ത് കാണുന്നത്. അങ്ങനെ ഞങ്ങളെ കുന്നംകുല ഉണങ്ങിയിട്ടുണ്ട്. കാശിമോന് പോട്ടി വാങ്ങിയ വിശേഷങ്ങളും നിങ്ങൾ കണ്ടതല്ലേ. അങ്ങനെ കുന്നംകുല നമുക്ക് പൊടിച്ചെടുക്കാം. അങ്ങനെ പാത്രത്തിലൊക്കെ ആക്കി ജാറ് നല്ല ഡ്രൈ ആവണം കേട്ടോ, വെള്ളം കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. അങ്ങനെ ഈ ഒരു ടിന്നിലേക്കാണ് നമുക്ക് പൊടി ആക്കേണ്ടത്. അങ്ങനെ നമുക്ക് പൊടിക്കാൻ തുടങ്ങാം. കുറേശ്ശെയാണ് കേട്ടോ നമ്മൾ പൊടിക്കേണ്ടത്, അല്ലെങ്കിൽ മിക്സി പെട്ടെന്ന് ഹീറ്റായി പോകും. പെട്ടെന്ന് തന്നെ നന്നാക്കി ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഞാനത് പൊടിക്കുന്ന ടൈമിൽ കാശിമോനാണ് ഡൈനിങ് ഹാളിൽ നിന്നിട്ട് നല്ല കളിയാണ് കേട്ടോ. ജാറിൽ പൊടിക്കേണ്ടി വിചാരിച്ചിട്ട് പൊടിഞ്ഞ് കിട്ടില്ല എന്നൊന്നും വിചാരിക്കേണ്ട. കണ്ടോ, നമുക്ക് നല്ല പൗഡർ പോലെ പൊടിഞ്ഞ് കിട്ടും. അങ്ങനെ ഓരോ സെറ്റായിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. കണ്ടോ, നമുക്ക് കിട്ടിയത് ഇങ്ങനെ നല്ല ഫൈനായിട്ട് പൊടിച്ച് കിട്ടും. ഈ പാത്രത്തിലിട്ട് തട്ടണത് വേറെ ഒന്നല്ല, നമ്മൾ മുറ്റത്തിട്ട് ഉണക്കിയതല്ല. അപ്പം പൊടിയും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ തട്ടി കൊടുത്താൽ അത് ക്ലിയർ ചെയ്ത് പോയിക്കോളും. അങ്ങനെ ജാറിലുള്ളതും ഇങ്ങനെ തട്ടിയാൽ ഒക്കെ പൊടിയൊക്കെ താഴത്തേക്ക് ആയിക്കോളും കേട്ടോ. അപ്പോൾ ഒക്കെ ക്ലിയർ ചെയ്തെടുത്ത് നമ്മൾ ബോട്ടിലാക്കുകയാണ് കേട്ടോ. അങ്ങനെ താഴെ പോവാതെ സാവധാനം ടിന്നിലേക്ക് ആക്കുകയാണ് കേട്ടോ. ഒരു പടലെടുത്തിട്ട് നമുക്ക് മോശമില്ലാതെ ആ ടിന്നിൻ്റെ പകുതിയോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാശിമോൻ ഇത് ഉണ്ടാക്കി കൊടുത്തിട്ട് കാശിമോൻ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിന്ന് നിറച്ചുണ്ടാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാശിമോൻ ഉണ്ടാക്കിയൊക്കെ കൊടുത്തിട്ട് എന്താ പാടുന്നൊക്കെ നോക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ കുന്നംകുലേൻ്റെ പൊടി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാശിമോന് കാട്ടി കൊടുക്കുകയാണ് കേട്ടോ. ഇതാണ് എൻ്റെ പൊടിയും കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ കാശിമോന് കുറുക്കുണ്ടാക്കി കൊടുത്തപ്പോൾ കാശിമോൻ കുടിക്കുന്നുണ്ട് കേട്ടോ. കാശിമോന് കൊടുത്തപ്പോൾ അവൻ്റെ ഒരു നോട്ടുണ്ട്, ഇത് എന്താണ് എനിക്ക് തരുന്നത്. അവന് ഒരു 6-ാം മാസം സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തതാണ്. അപ്പോൾ അവൻ കുടിച്ചിന്. പിന്നെ അവന് ഗ്യാപ്പായി. പിന്നെ മുത്താറയും അവരൊക്കെ തന്നെയാണ് കേട്ടോ അവന് കൊടുക്കാറ്. അപ്പോൾ ആൾ കുടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് ആ ബോട്ടിൽ നിറച്ചുണ്ടാക്കണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കണം. കാശിമോൻ ക്യാമറയിലേക്ക് നോക്കി നല്ല ചിരിച്ചൊക്കെ കൊടുക്കൂട്ടോ. ഏതാന്ന് വിചാരിച്ച് നോക്കണതായിരിക്കും. അന്തം വിട്ട് നോക്കുകയാണ്. അപ്പോൾ അവൻ്റെ കുറച്ച് കളിയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. നമ്മളെന്താണ് സംസാരിച്ചെടുക്കണം അതിനനുസരിച്ച് സൗണ്ട് ഉണ്ടാക്കാനും നമ്മൾ പറയണത് പറഞ്ഞ് നോക്കാനും ഓരോ സൗണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ നോക്കൂട്ടോ ആൾ. ഇപ്പോൾ ചേച്ചി എഴുതി പഠിച്ച ബുക്കൊക്കെ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് കുന്നംകുലേൻ്റെ പൊടി കൊണ്ട് അങ്കി ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടാലോ നമുക്ക്. അപ്പോൾ ഞാൻ ആ ടിന്ന് നിറച്ച് കുന്നംകുലേൻ്റെ പൊടി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കയ്യിൽ നനവൊന്നും ഇല്ലാതെ വേണം കേട്ടോ ആ ബോട്ടിലിൽ ഉള്ള പൊടിയും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ. അങ്ങനെ ആവശ്യത്തിനുള്ള പൊടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സ് ആക്കണം കേട്ടോ. ഇത് കട്ട കുത്തി നിൽക്കും. അപ്പം നല്ല രീതിക്ക് മിക്സാക്കി ഇളക്കി എടുക്കണം. എന്നിട്ട് വേണം അത് അരിച്ചെടുക്കാൻ. അങ്ങനെ മിക്സാക്കി എടുത്ത് അത് തരിപ്പയിലിട്ടൊന്ന് നല്ല അരിച്ചെടുക്കണം കേട്ടോ.
അരിച്ചെടുക്കണ വേറെ ഒന്നുമല്ല കുന്നംകുളം ഒരു പഴത്തിൻ്റെ അല്ല, അപ്പോൾ അതിൻ്റെ കറുപ്പ് കരടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ എടുത്ത് പോകാനാണ്. അങ്ങനെ ആകുമ്പോൾ സ്മൂത്തായിട്ട് മക്കൾക്ക് കഴിക്കാൻ എളുപ്പമല്ല, ഒരു കരട് പോലും ഉണ്ടാവാതെ നൈസായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ നന്നാക്കി മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് അരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാട്ടിത്തരാം അതിന് കിട്ടുന്ന ഒരു വേസ്റ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാട്ടിത്തരാം കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ തരിപ്പയിൽ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, എന്നാലത് സെറ്റ് ആവുള്ളൂ. കണ്ടോ ഇങ്ങനെ കുറച്ചത് തരിപ്പയിൽ തങ്ങി നിൽക്കും, അത് മാറ്റി വെച്ചിട്ട് വേണം കേട്ടോ അത് ഉണ്ടാക്കാൻ. തുമ്പിമോക്ക് ചോക്ലേറ്റ് കിട്ടിയത് ഷെയർ ചെയ്യാൻ വന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ മക്കൾക്ക് മധുരത്തിന് പനം കൽക്കണ്ടോ ഉപ്പാണെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം കേട്ടോ. അത് ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ് കേട്ടോ. കാശിമോന് മധുരവും ഉപ്പും ഒക്കെ ചേർക്കാറുണ്ട്, അവന് ഉപ്പാണ് പിന്നെയും താല്പര്യം. മധുരം ഇട്ടതോ കുടിക്കെങ്കിലും വല്ലാണ്ട് അങ്ങനെ കുടിക്കാറില്ല കേട്ടോ. തുമ്പി പാല് കുടിക്കുക. ആ അത് അച്ഛനെ ഉള്ളിലേക്ക് വെച്ചതാ പാല്. ചേച്ചി വന്നില്ലേ? ആ തുമ്പി ഗ്ലാസ് എടുത്തു അമ്മ പാല് വെച്ചതാ. ചേച്ചി തുമ്പി മോളാ ശ്രദ്ധിച്ച് ഓളെ ക്ലാസ് പഠിക്കണ ഒക്കെയാണ്. തുമ്പിമോള് അവളുടെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യണ എല്ലാവരും കേട്ടില്ലേ? അവളെ സ്കൂളിൽ പോയി വന്ന് അവളുടെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ കുറുക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്, വെള്ളമൊക്കെ ആവശ്യത്തിന് എല്ലാവരും ചേർക്കണം കേട്ടോ. തുമ്പിമോള് പാലൊക്കെ കുടിച്ച് കഴിഞ്ഞാലും ക്ലാസ്സിൽ പോയ വിശേഷങ്ങൾ അവൾക്ക് പറഞ്ഞാൽ തീരൂല കേട്ടോ. അങ്ങനെ ആവശ്യത്തിന് വെള്ളവും കാര്യങ്ങളൊക്കെ ചേർക്കണം. അത് മിക്സ് ചെയ്യണ സമയത്ത് കൈ വിടാതെ ഇളക്കിയും കൊണ്ട് നിൽക്കണം കേട്ടോ, ഇല്ലെങ്കിൽ തിക്നെസ് കൂടണനുസരിച്ച് വെള്ളം ചേർക്കണം, അടി പിടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അങ്ങനത്തെ കൈ വിടാതെ ഇളക്കി നമ്മുടെ കുറുക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തിക്നെസ്സിലായാലും നമുക്ക് ഓഫാക്കാം, പിന്നെ ചൂടാറുന്നതനുസരിച്ച് കുറച്ച് തിക്നെസ് കൂടും കേട്ടോ. അപ്പോൾ അങ്കി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി അത് മൂടി വയ്ക്കുക, കാശിമോ എണീച്ചിട്ട് വേണം അവന് കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ.